Good morning, everyone. My topic for today's seminar is Quantum Tunneling, the Mysterious Leap Through Barriers. In classical physics, a particle cannot cross a barrier higher than its energy. But in quantum physics, particles behave like waves. These waves can tunnel through barriers even when classical physics says it's impossible. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൽ ഒരു പാർട്ടിക്കിളിന് അതിൻ്റെ ബാരിയറിന് ആവശ്യത്തിനുള്ള എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ കടന്നു പോകാനായിട്ട് സാധിക്കില്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിൾസ് വേവ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ബാരിയറിനെ കടന്നു പോകാൻ സാധിക്കും. ഇതിനുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പാസിംഗ് ത്രൂ എ തിൻ ഇൻസുലേറ്റിംഗ് ലെയർ എന്നുള്ളതാണ്. The physics behind it. Quantum tunneling comes from the Schrödinger's wave equation. The particle's wave function extends into the barrier and decays inside it. There is a small probability that it appears on the other side. Probability increases if the barrier is thin or low. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ വേവ് ബാരിയറിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയും എന്നാൽ ഉള്ളിൽ വെച്ച് ഡീക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അതായത് അത് പാർട്ടിക്കിളിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നാൽ സാധ്യത കൂടുകയും ചെയ്യും എപ്പോഴെന്ന് വെച്ചാൽ ബാരിയറിൻ്റെ തിക്നെസ് വളരെയധികം കുറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ടണൽ ഡയോഡ്സ്, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ഇൻ സ്റ്റാർസ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്നതൊക്കെയാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് 2025 നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് അവാർഡ് ചെയ്തത് ക്വാണ്ടം ടണലിംഗ് എന്നെ ആസ്പദമാക്കിയുള്ള വർക്കുകൾക്കാണ്. അത് ലഭിച്ചത് ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച്, ജോൺ എം മാർട്ടിനിസ് എന്ന് പറയുന്നവർക്കാണ്. പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം ടണലിംഗ് ഷോസ് ദാറ്റ് നേച്ചർ വർക്ക്സ് ഓൺ പ്രോബബിലിറ്റീസ് നോട്ട് സർട്ടനിറ്റീസ്. It connects theoretical quantum physics with modern technology. The 2025 Nobel Prize proves that tunneling is not just theory, it powers the future of quantum devices. Thank you.